ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നനച്ചുള്ളി പണിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. റംലാൻ ഇങ്ങ് അടുത്ത് എത്താനായിട്ടുണ്ട്. ഇനി ദിവസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലീനിങ് പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ 2 ദിവസം മുന്നാണ് ഞാൻ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി എടുത്തത്. ആദ്യം തന്നെ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നാണെങ്കിൽ മോൾക്ക് സ്കൂളും ലീവുണ്ട്. അപ്പം ഞാനും മോളും കൂടിയിട്ടാണ് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം പോയിട്ട് മാറാലൊക്കെ തട്ടിക്കൊടുത്ത് ഫാനൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. സെറ്റിൻ്റെ കുഷ്യനൊക്കെ മാറ്റി വെച്ച് നമ്മൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം മോളാണ് സെറ്റൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ കുഷ്യനൊക്കെ എടുത്തിട്ട് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പുറത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലെ അടിക്കലും തുടക്കലും ഒക്കെ മോളിനെ ഏൽപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മോളാണ് മുകളിലത്തെ അടിക്കലും തുടക്കലും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ താഴെ അടുക്കളയിൽ വന്നിട്ട് പാത്രം കഴുകുന്ന സ്റ്റാൻഡാണ് എടുത്ത് പുറത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചളി കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡപ്പിയും കുപ്പിയൊക്കെ പുറത്തിട്ടിട്ട് ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എല്ലാ പാത്രങ്ങളും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡപ്പിയും കുപ്പിയും ഒക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. മോള് സ്കൂളിൽ ലീവായത് കൊണ്ട് തന്നെ നമുക്ക് പകുതി പണി കുറഞ്ഞു കിട്ടും. അപ്പോൾ മോൾക്ക് കുറച്ച് പണിയും കൊടുത്ത് ഞാൻ ബാക്കിയുള്ള പണിയും ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ പണി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മോനാണെങ്കിൽ ഇളയച്ചിൻ്റെ അടുത്തൊക്കെ പോയിരിക്കുകയാണ്. അപ്പത്തിന് നമുക്ക് വേഗം തന്നെ പണിയൊക്കെ ചെയ്തെടുക്കാം. ഇന്ന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം മീൻ നേരത്തെ വെള്ളത്തിലിട്ടത് ഇടയിൽ കൂടെ നേരാക്കിയിട്ട് അത് പൊരിച്ചെടുക്കുന്നുണ്ട്. കറി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ക്ലീനിങ് പരിപാടിയൊന്നും നടക്കൂല. പാത്ര സ്റ്റാൻഡിൽ നേരത്തെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചപ്പോൾ ചളിയൊക്കെ കുതിർന്ന് വന്നിട്ട് അപ്പോൾ വേഗം തന്നെ നമ്മൾ തേച്ച് ഉരച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസുമോനും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളത്തിൽ കഴുകുന്ന കണ്ടപ്പോൾ അവിടെ നിന്ന് ഓടി വന്നിരിക്കുകയാണ് എൻ്റെ ഒപ്പം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ച് തരുന്നുണ്ട്. ഇസുമോന് വെള്ളത്തിൽ കളിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വെള്ളത്തിൽ നിന്ന് എന്ത് പണിയാണെങ്കിലും അവന് ഉഷാറോടെ നമുക്ക് കൂടെ നിന്ന് ചെയ്തു തരാറുണ്ട്. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ എല്ലാ പണിയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പാത്ര സ്റ്റാൻഡൊക്കെ കഴുകിയെടുത്ത് ഡപ്പിയും കുപ്പിയൊക്കെ കഴുകിയെടുത്ത് വെയിലത്ത് വെള്ളം വേരം വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഷെൽഫൊക്കെ തുടച്ച് ക്ലീനിങ് ചെയ്യുന്ന പരിപാടിയിലാണ്. അപ്പോഴേക്കും മുകളിലത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മോളാണ് കേട്ടോ ക്ലീനാക്കിയത്. അപ്പത്തിന് ഞാനും അടുക്കളയൊക്കെ ക്ലീനാക്കിയിട്ട് ഡപ്പിയും കുപ്പിയൊക്കെ എടുത്ത സ്ഥാനത്ത് ഷെൽഫിൽ തന്നെ വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ പാത്ര സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്ത് തീർക്കാം. നമുക്ക് കൂടെ മക്കൾ ഹെൽപ്പിനുണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബാത്റൂമൊന്നും അന്ന് ക്ലീൻ ആക്കിയിട്ടില്ല. പിന്നെ അത് പിറ്റേ ദിവസമാണ് ക്ലീൻ ആക്കിയത്. പിന്നെ വാഷ് ചെയ്യാൻ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിറ്റേ ദിവസം കുറച്ചിട്ട് ആയിട്ടാണ് ഞാൻ വാഷ് ചെയ്തെടുത്തത്. അതിൻ്റെ ഇടയിൽ കൂടെ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് കഴിക്കാൻ കൊടുത്ത് ഇസുമോന് കഴിക്കാൻ കൊടുത്ത് ഇസുമോനെ ഉറങ്ങി നീച്ചിട്ട് നിൽക്കുന്ന നിപ്പാണ്. അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് വെച്ച് ഡപ്പിയും കുപ്പിയൊക്കെ അതാത് സ്ഥാനത്ത് വെച്ചതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ നമ്മൾ അടുക്കള തുടച്ചെടുക്കുന്നത്. ഞാൻ തുടക്കുന്ന ഇടയിൽ കൂടെ ഇസുമോനും വന്ന് നിൽക്കുന്നുണ്ട്. വഴുക്കും പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു ദിവസം 5-6 പ്രാവശ്യങ്ങൾ എനിക്ക് ഈ അടുക്കളയ്ക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങാനുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ ഈ അടുക്കളയ്ക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത്. നമ്മൾ വീട്ടമ്മമാരൊക്കെ അടുക്കളയിലാണല്ലോ കൂടുതൽ നേരം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ എനിക്ക് അടുക്കളയ്ക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുക്കളയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് മുകളിലോട്ട് പോകുള്ളൂ. നമുക്ക് ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ മുട്ട് നല്ല വേദനിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് സുമാർ ക്ലീനിങ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് അലക്കാനുണ്ടായിരുന്നു, കർട്ടനുകളും പുതപ്പുകളും. അത് ഞാൻ പിറ്റേ ദിവസം കുറച്ചീച്ചായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. സത്യം പറഞ്ഞ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ക്ലീനിങ് പരിപാടി തുടങ്ങുക, എങ്ങനെയാണ് ചെയ്യുക പറഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. രാവിലെ നീച്ചിങ്ങാണ്ട് ഡപ്പിയും കുപ്പിയൊക്കെ വാരി വലിച്ച് പുറത്തിട്ടിട്ട് ക്ലീനാക്കാൻ തുടങ്ങി. വേഗം തന്നെ ഞാനും മോളും കൂടിയിട്ട് ചേർന്നിട്ട് ക്ലീനാക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക് യു ഓൾ.